CPI എന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ 23-ാം തീയതി ചേരുന്ന LDFൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അതിൻ്റെ ടൈം ടേബിൾ നിശ്ചയിക്കുക. അതിനനുസരിച്ചായിരിക്കും NCPയും പാർട്ടി കമ്മിറ്റികൾ യോഗം ചേർന്ന്. നമുക്ക് വിഭജിക്കാനില്ലല്ലോ. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിനെ കുറിച്ചും അതിൻ്റെ ജയസാധ്യം അവിടെ എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴാണ് ആലോചിക്കുക. അയ്യോ, അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഞാനങ്ങനെ NCPക്ക് മാത്രമല്ല, എല്ലാ മേഖലയിലും പുതുതലമുറ വരണമെന്നത് ഒരു പൊതു ആവശ്യമായി വന്നിട്ടുണ്ട്. അത് പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പുതുതലമുറ എന്ന് പറയുമ്പം ആൾ മാറിയാൽ പുതിയ തലമുറയാവില്ല. അല്ല, അത് വന്നാൽ എന്താ കുഴപ്പം? അത് തെറ്റായ ഒരു കാര്യമാണ്. പുതുതലമുറകൾക്ക്, പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന് പറയുന്ന ഒരഭിപ്രായം പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകന്മാർ പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. പക്ഷേ പാർട്ടി തീരുമാനം എടുക്കുമ്പോൾ മുമ്പിൽ വന്ന ഈ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പരിശോധിച്ച് ചെയ്യാവുന്നതിൻ്റെ പരമാവധി സാഹചര്യങ്ങൾ പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ് പാർട്ടി എടുക്കേണ്ട തീരുമാനം. പുതുമുഖങ്ങൾക്ക് വേണ്ടി താങ്കൾ വഴിമാറുമോ? അല്ല, ഞാൻ മാറിയാലും ഇല്ലെങ്കിലും പുതുതലമുറക്ക് കൊടുക്കണമെങ്കിൽ ആര് മാറണം അന്നേരം തീരുമാനിച്ചാൽ മതിയല്ലോ. അല്ല, അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. എൻ്റെ ജില്ലയിലെ പാർട്ടി, കോഴിക്കോട് ജില്ലയിലെ പാർട്ടി പ്രവർത്തകന്മാർ അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായ രംഗത്ത് എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം ഒരു കുഞ്ഞിന് പോലുമില്ല. മറ്റൊന്ന്, ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലൊക്കെ സമരങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ആലോചിക്കുകയോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയോ ചെയ്യും. അത്തരം വിലയിരുത്തലുകൾക്ക് ശേഷമായിരിക്കും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ തീരുമാനമെടുക്കുക. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ വിവാദങ്ങളുടെ പേരിലാണ് ജനങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അന്ന് നമ്മൾ ജയിക്കൂലായിരുന്നു. അതിലും വലിയ വിവാദമൊന്നും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് വിവാദങ്ങൾ ജനങ്ങൾ പരിശോധിക്കും. ജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മൾ. ഈ വെള്ളരിക്കുണ്ട് 188 ദിവസം സമരം ചെയ്തോടെ നാട്ടുകാരും ഒക്കെ കൂടെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഉറപ്പിലാണ് അവർ സമരം നിർത്തിയെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അല്ല, പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, എന്താ കുഴപ്പം? പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവല്ലേ. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ നിയമസഭയിൽ പിന്നെ നമ്മൾ ബഹുമാനിക്കേണ്ട രണ്ടാമത്തെ നേതാവ് പ്രതിപക്ഷ നേതാവല്ലേ. അദ്ദേഹം നാട്ടിലൊരു പ്രശ്നമുണ്ടായി അദ്ദേഹം ഇടപെട്ട് പരിഹരിച്ചു എന്ന് കേട്ടാൽ സന്തോഷമുള്ള കാര്യമല്ലേ. അതിൽ നിങ്ങൾ കരുതുന്ന പോലെ ഒരു ആൻസൈറ്റി എനിക്കില്ലല്ലോ. കാരണം അതൊക്കെ നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. അത് പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഇടപെടാൻ പാടില്ല എന്നും ഭരണകക്ഷി നേതാവായതുകൊണ്ട് മാത്രം ഇടപെടാൻ പാടില്ല എന്നൊരു ഇതുപോലുള്ള ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷം എന്ന് രണ്ട് പക്ഷമില്ല. ജനസേവകന്മാരെന്ന പക്ഷമേ ഉള്ളൂ. ഇപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടിയിൽ പ്രതിസന്ധി ഉണ്ടല്ലോ, ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് അത് സംബന്ധിച്ച് എന്താണ്? പാർട്ടിയിൽ ഒരു പ്രതിസന്ധി ഇല്ലല്ലോ. ദേശീയ തലത്തിലുള്ള ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചിഹ്നം ഇപ്പം കോടതിയിലേക്ക് കിടക്കുകയാണ്. കോടതി ഒരു താൽക്കാലിക ചിഹ്നം നമുക്ക് തന്നിട്ടുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞ 21-ാം തീയതി എടുക്കുമെന്ന് പറഞ്ഞാണ്. പക്ഷെ കോടതി എടുത്തില്ല. ആ കേസ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേകമായ ഇടപെടലിൽ മൂലം വന്നിട്ടുള്ളതാണ് ആ കേസ്. അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഒരു പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായാൽ ചിഹ്നം പൂർണ്ണമായും മരവിപ്പിക്കുക ചെയ്യുക. നിങ്ങളെല്ലാ അനുഭവങ്ങളും ആലോചിച്ചു. പക്ഷെ അത് പകരം ഒരു വിഭാഗത്തിന് അനുവദിച്ചു കൊടുത്ത ഏകപക്ഷീയമായ നിലപാട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്തരിച്ചു പോയ ബഹുമാനപ്പെട്ട അജിത് പവാറിന് കൊടുത്ത ഉറപ്പാണ്. അതാണ് തെരഞ്ഞെടുപ്പ് ഭരണഘടനാ സ്ഥാപനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നായി ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിൽ പുതിയ ചിഹ്നമൊക്കെ സ്ഥാപിച്ച് ഇനി നമുക്ക് ഇലക്ഷൻ നേരിടുന്ന സമയത്തേക്കും അതാവുമോ? അങ്ങനെ സമയം അല്ല, ചിഹ്നം ഇപ്പം ഉണ്ട്. ചിഹ്നം ഇപ്പം നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലേ. അതിന്മേൽ തീരുമാനമായാൽ ചിഹ്നം മാറും. പക്ഷേ ഇനി തീരുമാനം ഇലക്ഷൻ കമ്മീഷന് പോകുന്നതിന് ഇതിൻ്റെ ഇടയിൽ ഇനി ഉണ്ടാകാനിടയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ സിറ്റിംഗ് ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയുടെ മുമ്പിലാണ് ഇപ്പോൾ ആ കേസുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയുടെ കേസ് തീരുന്നവരെ സ്റ്റാറ്റസ് കോ തുടരുന്ന ഒരു സമ്പ്രദായമാണ്
ഉണ്ടാകാനിട നിങ്ങൾ പറഞ്ഞതുപോലെ 1-2 ആഴ്ച കൊണ്ടൊന്നും അതിൻ്റെ അകത്തൊരു പുതിയ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല.